കർണാടകയിൽ എല്ലാവരും ഭയങ്കര റിയാക്ഷനാണ്, നല്ല റിയാക്ഷനാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ബട്ട് അവരാരും കാണാത്ത രീതിയിലാണ്, ഇതുവരെ ആരും കാണാത്ത രീതിയിൽ എല്ലാവരും ഭയങ്കര ഇങ്ങനെ അത്ഭുതം, ക്യൂരിയോസിറ്റി. ഹായ് ഗൈസ്, ഐ എം നിതിൻ, ഐ എം ഫ്രം കേരള. ತನ್ನ ಮನೆ ಮತ್ತು ಊರನ್ನು ಬಿಟ್ಟರೆ ಇವರಿಗೆ ಬೇರೆ ಯಾವ ಕಾಂಟ್ಯಾಕ್ಟ್ ಕೂಡ ಇಲ್ಲ. ಆದರೂ ಕೂಡ ದೇಶ ಸುತ್ತಲೂ ಹೊರಟಿದ್ದಾರೆ. ಅದು ಕೂಡ ನೀವೆನಿಸುವ ಹಾಗೆ ಬುಲೆಟ್ ಬೈಕಲ್ಲೋ ಅಥವಾ ದುಬಾರಿ ಸೈಕಲ್ಗಳಲ್ಲ, ಒಂದು ಸಣ್ಣ ಹಳೆಯ ಸೈಕಲ್ನಲ್ಲಿ. ಸೊ ಕೇರಳದ ತ್ರಿಶೂರ್ನಿಂದ ಕಾಶ್ಮೀರದವರೆಗೆ ಸೈಕಲ್ನಲ್ಲೇ ಯಾತ್ರೆ ಹೊರಟಿರುವಂತಹ ನಿತಿನ್ ಕುಮಾರ್ ಅವರು ಇವತ್ತು ನಮ್ಮ ಜೊತೆಗಿದ್ದಾರೆ. ಕೇರಳದಿಂದ ಆಗಮಿಸಿದವರು ಮಂಗಳೂರು ತಲುಪಿದ್ದಾರೆ. ಇನ್ನು ಗೋವಾ, ಗುಜರಾತ್ ಆಗಿ ನಂತರ ಕಾಶ್ಮೀರ ತಲುಪುವಂತಹ ಪ್ಲ್ಯಾನ್ ಅವರ ಬಳಿ ಇದೆ. ಕೈಯಲ್ಲಿ ಕೇವಲ 170 ರೂಪಾಯಿ ಇಟ್ಟುಕೊಂಡು ಆರಂಭವಾದ ಈ ಪಯಣ ಇದೀಗ ಮಂಗಳೂರು ಬಂದು ತಲುಪಿದೆ. ಸೊ ನಿತಿನ್ ಕುಮಾರ್ ಅವರು ಯಾವ ಕಾರಣಕ್ಕಾಗಿ ಈ ಯಾತ್ರೆಯನ್ನು ಶುರು ಮಾಡಿದರು ಮತ್ತು ಅದಕ್ಕಾಗಿ ಹಳೆಯ ಸೈಕಲನ್ನು ಯಾಕೆ ಆಯ್ದುಕೊಂಡರು ಮತ್ತು ಈ ಯಾತ್ರೆಯ ನಡುವೆ ಅವರಿಗಾದಂತಹ ಅನುಭವಗಳೇನು ಎನ್ನುವುದನ್ನು ನೋಡೋಣ. മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് മറ്റുള്ളവർക്ക് മോട്ടീവ് കൊടുക്കാനാണ്. അതായത് നമ്മുടെ കയ്യിൽ എന്തോ ഉള്ളത് അത് വെച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം. നമ്മുടെ മനസ്സിലൊരു ധൈര്യം, ഒരു കോൺഫിഡൻസ്, ഒരു ഡിറ്റർമിനേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പെൻസ് ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഞാൻ ഡെയിലി ഒരു 30 ചായ വിൽക്കും, എന്നിട്ട് ആ കിട്ടുന്ന എക്സ്പെൻസ് കൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ ആരും മുമ്പിലും കൈ തൊടേണ്ട ആവശ്യമില്ല. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുന്ന സമയത്ത് ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല, എൻ്റെ ഫാമിലി ഒഴിച്ച് ബാക്കി ആരും അറിയുന്നില്ല. ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ കുറേ കോണ്ടാക്ട്സ് കിട്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തിയത്. നമ്മളൊന്നും പ്ലാൻ ചെയ്യാൻ പാടില്ല, പ്ലാൻ ചെയ്യാണ്ട് അങ്ങോട്ട് ഇറങ്ങുക. കേരള ടു കാശ്മീർ ഒരു 100 days ആണ് പ്ലാൻ, ടോട്ടൽ 100 days. After 55 days, I'm reached there at Kashmir, but there is a lot of snowfall now. After March 30th, Ladakh open. That time I'm just going there. Mangalapuram, Goa to Gujarat, Gujarat in Rajasthan, Delhi to Kashmir. ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പാണ് സേഫ്. അതായത് 24 hours പെട്രോൾ പമ്പ്, ക്യാമറ, ദെൻ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതായിരിക്കും ബെറ്റർ. എവ്രി വൺ ഈസ് വെരി സപ്പോർട്ടിങ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ടയേർഡായി നിൽക്കുക, ടയേർഡായിട്ട് ഇങ്ങനെ സ്ലോവിൽ പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി ലെവൽ ഹൈ ആവും. അപ്പോൾ നമ്മൾ വേഗം ഫാസ്റ്റിൽ ചവിട്ടും. കഴിഞ്ഞ ഇയർ വർക്കിംഗ് ആയിരുന്നു, റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്, ടീ മേക്കിംഗ്. ദെൻ എനിക്ക് ട്രാവലിംഗ് മുമ്പേ ഇഷ്ടമാണ്, ഓൾറെഡി മുമ്പേ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്ത കാരണം ആ തോട്ടും പിന്നെ ട്രാവലിംഗ് കൂടി കണക്റ്റ് ആക്കിയിട്ടാണ് ഈ ഒരു ടീ മേക്കിംഗ് വിത്ത് ട്രാവലിംഗ് എന്നുള്ളത് ഇതാക്കിയത്. ഇതിൽ ഫ്ലാസ്ക് ഉണ്ട്, സോസ് പാൻ ഉണ്ട്, ദെൻ ഗ്യാസ് ഉണ്ട്, സ്റ്റൗ ഉണ്ട്, പേപ്പർ ഗ്ലാസ്സസ് ഉണ്ട്, ഡീസൽ ക്യാൻ ഉണ്ട്, പിന്നെ എൻ്റെ കുറച്ച് ലഗേജ്, ഡ്രസ്സ് ഉണ്ട്, പിന്നെന്താ കോഫി പൗഡർ ഉണ്ട്, ഷുഗർ ഉണ്ട്. ഇപ്പോൾ ഡെയിലി എങ്ങനെയാണ് നിങ്ങളുടെ ഫുഡ് റൊട്ടീനെല്ലാം എങ്ങനെയുണ്ട്? ഫുഡ് റൊട്ടീനൊക്കെ ഫുഡ് ഞാൻ ചില സമയത്ത് മാഗി എന്തെങ്കിലും ഉണ്ടാക്കും, കുക്ക് ചെയ്യും. അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഓഫർ ചെയ്യും. ഇങ്ങനെ പോണ വഴിക്ക് എല്ലാവരും ഒക്കെ ഓഫർ ചെയ്യും. അതായത് മലയാളീസ് മല്ലൂസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കാണുമ്പോൾ ഓഫർ ചെയ്യും. ഫുഡ് കഴിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് വെച്ചിട്ട് അവർ തന്നെ ഇങ്ങോട്ടും മേടിച്ച് തരും. ഇത് കാസർഗോഡ് നിന്ന് കിട്ടിയതാണ്, ഡെയിലി റൈഡേഴ്സ് എന്ന് പറഞ്ഞത്. അവർ തന്നെയാണ് ഈ ഹെൽമെറ്റ് സ്പോൺസർ ചെയ്തത്. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഗ്ലൗസ് സ്പോൺസർ ചെയ്ത് വേറെ ആൾക്കാരാണ്. ഓരോരുത്തരും, ഞാൻ ഒന്നുമില്ലാണ്ടാണ് വന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ തന്നു, പമ്പ് തന്നു, അവരൊക്കെ പലതും എടുത്ത് തന്നതാണ്. അവരൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു 170. 170. അതായത് പൈസ വേറെ ഉണ്ടായിരുന്നില്ല. പുതിയ ന്യൂ ടയർ എല്ലാതും അതായത് റിപ്പയർ ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ 170 റുപ്പീസാണ് തൊട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇതിൽ കുറേ പൈസയുണ്ട്, കാണുന്നവരും പൈസ തരും, ഇപ്പോൾ ചായ വിറ്റിട്ടായാലും പൈസയുണ്ട്. നാട്ടിൽ ഞാൻ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. ആക്ച്വലി എനിക്ക് ഫിലിം മേക്കിംഗ്, ഫിലിം ഡയറക്ഷനൊക്കെ ആയിരുന്നു താല്പര്യം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വർക്ക് ചെയ്തിട്ട് ഒരു ക്യാമറ വാങ്ങി, ബൈ എ ന്യൂ ക്യാമറ. ബട്ട് അപ്പോൾ ആ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ വന്നു മാർച്ചിൽ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആ ക്യാമറ വിറ്റു. ആ ക്യാമറ സെല്ല് ചെയ്തിട്ടാണ് ഇതിൽ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്തത്. ഈ ടെൻറ്റ് വാങ്ങിയതും ടയർ മാറ്റിയതൊക്കെ ആ ക്യാമറ കൊടുത്തിട്ട് കിട്ടിയ പൈസ കൊണ്ടാണ്. ആ ಕ್ಯಾಮರಾ കൊടുത്തിട്ടാണ് ಟ್ರಿಪ್ಪಿನ ಇറങ്ങിക്കുന്നത്. ಸೊ ಒಂದು ವಿಭಿನ್ನ ಪ್ರಯತ್ನದ ಮೂಲಕ ನಿತಿನ್ ಕುಮಾರ್ ಅವರು ತನ್ನ ಯಾತ್ರೆಯನ್ನು ಆರಂಭಿಸಿದ್ದು ಸಾಧನೆಗಾಗಿ, ಪ್ರಯತ್ನಕ್ಕಾಗಿ ಯಾವುದೇ ಕಾರಣಗಳನ್ನು ಮುಂದಿಡಬಾರ್ದು ಎನ್ನುವುದನ್ನು ಅವರು ತೋರಿಸಿದ್ದಾರೆ. ಅವರ ಯಾತ್ರೆ ಸುಖಕರವಾಗಲಿ. ಆಲ್ ದ ಬೆಸ್ಟ್ ನಿತಿನ್ ಕುಮಾರ್ ಫಾರ್ ಯುವರ್ ಜರ್ನಿ. ಸೊ ಇಂತಹ ಇನ್ನಷ್ಟು ವಿಡಿಯೋಗಳಿಗಾಗಿ ವಾರ್ತಾಭಾರತಿ ನೋಡ್ತಾ ಇರಿ.